ആണുങ്ങൾ കരയരുത്. തലമുറകളായി നമ്മുടെ സമൂഹം ആൺകുട്ടികളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന വലിയൊരു തെറ്റായ പാഠമാണിത്. സങ്കടം ഉള്ളിലൊതുക്കി വികാരങ്ങൾ പുറത്തു കാണിക്കാതെ കല്ലുപോലെ ഇരിക്കുന്നതാണ് പൗരുഷം എന്ന് വിശ്വസിച്ചവർക്ക് മുന്നിലാണ് ഇന്നലെ വിനീതും ധ്യാനും പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ എത്തിയത്. ആ കണ്ണീർ സത്യത്തിൽ ശ്രീനിവാസൻ എന്ന അച്ഛൻ തന്റെ മക്കൾക്ക് നൽകിയ ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തിന്റെ അടയാളമാണ്. ശ്രീനിവാസൻ എന്ന നടനെയോ തിരക്കഥാകൃത്തിനെയോ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അദ്ദേഹം മക്കൾക്ക് നൽകിയ സ്പേസ് എത്രത്തോളം വലുതാണെന്ന് ആ നിമിഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം സങ്കടങ്ങളെ മൂടിവെക്കാതെ ഒരു മനുഷ്യനായി നിലകൊള്ളാൻ ആ മക്കൾക്ക് സാധിക്കുന്നത് അവരുടെ വളർത്തൽ അത്രമേൽ സുരക്ഷിതമായതുകൊണ്ടാണ്. തങ്ങളുടെ ഉള്ളിലെ വികാരങ്ങളെ സ്വാഭാവികമായി സ്വീകരിക്കാനും പ്രകടിപ്പിക്കാനും കഴിഞ്ഞാലേ ഒരാൾക്ക് തനി മനുഷ്യനായി മാറാൻ കഴിയൂ എന്ന് ശ്രീനിവാസൻ മക്കളെ പഠിപ്പിച്ചു. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണ് ശ്രീനിവാസൻ ഇന്നത്തെ നിലയിലെത്തിയത്. ജപ്തി ചെയ്ത വീട്ടിൽ നിന്നും തന്റെ 2 ചെറിയ ആൺമക്കളെയും ഭാര്യയെയും ചേർത്തുപിടിച്ച് ഇറങ്ങേണ്ടി വന്ന അച്ഛന്റെ ആ വേദനയെക്കുറിച്ച് വിനീത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. വസ്ത്രം വാങ്ങാൻ സുഹൃത്തിന്റെ ഭാര്യയുടെ വള വിൽക്കേണ്ടി വന്നതും താലി വാങ്ങാൻ മമ്മൂട്ടിയുടെ കടം വാങ്ങേണ്ടി വന്നതുമെല്ലാം ശ്രീനിവാസൻ ചിരിയോടെയാണ് ഓർത്തെടുക്കാറുള്ളത്. ഉള്ളിൽ നോവുമ്പോഴും ലോകത്തെ ചിരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷെ ആ കഷ്ടപ്പാടുകൾക്കിടയിലും തന്റെ മക്കളെ 2 സ്വതന്ത്ര വ്യക്തികളായെന്ന പോലെ കണ്ട് വളർത്തി. ആ കരുതലാണ് ഇന്ന് മക്കളെ ഇത്രമേൽ നോവിപ്പിക്കുന്നത്. മരണ വീടുകളിൽ പോലും നിയന്ത്രണങ്ങൾ പാലിച്ചു നിൽക്കുന്ന പുരുഷന്മാരെ കണ്ടു ശീലിച്ചവർക്ക് മക്കൾ അച്ഛന്റെ അന്ത്യയാത്രയിൽ തേങ്ങുന്നത് കൗതുകമായേക്കാം. എന്നാൽ അത് അച്ഛനോടുള്ള സ്നേഹത്തിന്റെ ആഴമാണ്. ശ്രീനിവാസന്റെ മക്കൾ അച്ഛനെ സ്നേഹിക്കുന്നത് അദ്ദേഹം വലിയൊരു നടനായതുകൊണ്ടല്ല, മറിച്ച് തങ്ങളുടെ വികാരങ്ങളെ മാനിച്ച തങ്ങളെ മനുഷ്യരായി കണ്ട ഒരു വലിയ മനസ്സിന്റെ ഉടമയായതുകൊണ്ടാണ്. ഒരു അച്ഛൻ എങ്ങനെയാകണമെന്നതിന് ഉത്തമ ഉദാഹരണമായി ആ 2 മക്കളെയും അദ്ദേഹം വളർത്തി. ആൺകുട്ടികളെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ അനുവദിക്കൂ, അവരെ കരയാൻ അനുവദിക്കൂ. അപ്പോൾ മാത്രമേ അവർക്ക് മറ്റുള്ളവരുടെ സങ്കടങ്ങളെയും തിരിച്ചറിയാൻ കഴിയൂ എന്ന് ഇന്ന് ആ മക്കൾ ലോകത്തോട് പറയുന്നു. ശ്രീനിവാസൻ എന്ന അച്ഛൻ തന്റെ സിനിമകളിലൂടെയെന്ന പോലെ ജീവിതത്തിലൂടെയും വലിയ പാഠങ്ങൾ ബാക്കി വെച്ചാണ് പോകുന്നത്. സത്യസന്ധമായി സ്നേഹിക്കാനും സങ്കടപ്പെടുമ്പോൾ കരയാനും കഴിയുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ.